അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച തിരിച്ചടി തീരുവ പ്രാബല്യത്തിൽ വരികയാണ്. അമേരിക്കയ്ക്കെതിരെ തിരിച്ച് നികുതി ഏർപ്പെടുത്തിയ ചൈനയ്ക്കെതിരെ 104% താരിഫ്. തീരുവ ചർച്ചകൾക്കായി 70 രാജ്യങ്ങൾ സമീപിച്ചുവെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. വിവരങ്ങളുമായി അനുപമ ശ്രീദേവി ചേരുന്നു. അനുപമ, തിരിച്ചടി ചുങ്കം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നു. ഇന്ത്യയിൽ ഏത് തരത്തിലായിരിക്കും ഇത് പ്രതിഫലിക്കുക? ഏതൊക്കെ മേഖലകളെയാണ് ഇത് തിരിച്ചടിയിലാക്കുന്നത്? ലക്ഷ്മി, ഇന്ത്യ ഉൾപ്പെടെ 86 രാജ്യങ്ങൾക്കായി പ്രഖ്യാപിച്ച തിരിച്ചടി തീരുവയാണ് ഇന്നിപ്പോൾ ഈ മണിക്കൂറിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഏപ്രിൽ 2-നാണ് 100ഓളം രാജ്യങ്ങൾക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ചത്. ഈ അമേരിക്കയുടെ വ്യാപാര നയത്തെ ചൂഷണം ചെയ്യുന്നവർക്കുള്ള ഒരു മറുപടി അല്ലെങ്കിൽ പകരം ചുങ്കം എന്ന നിലയിലാണ് ഇങ്ങനെ ഒരു തിരിച്ചടി തീരുവ പ്രഖ്യാപനം ഉണ്ടായത്. ഇപ്പോൾ ഇന്ത്യയിൽ 26, നമുക്കറിയാവുന്ന പോലെ തന്നെ 26% ഇന്ത്യക്കെതിരായിട്ടുള്ള ട്രംപ് ചുമത്തിയിരിക്കുന്ന തിരിച്ചടി തീരുവ. ഇത് പ്രാബല്യത്തിൽ ഇന്ന് ഈ മണിക്കൂറിൽ വരികയാണ്. അടുത്ത മണിക്കൂറുകളിൽ ഈ ഓഹരി വിപണി തുറക്കുന്നതോടെ മാത്രമേ ഇതിൻ്റെ ആഘാതം എങ്ങനെയായിരിക്കും ഇന്ത്യൻ വിപണിയെ ബാധിക്കുക, അല്ലെങ്കിൽ ഈ തീരുവയോട് എങ്ങനെയായിരിക്കും ഇന്ത്യൻ വിപണി പ്രതികരിക്കുക എന്നറിയാനായി അടുത്ത മണിക്കൂറുകളിലേക്ക് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനത്തിൽ നാടകീയമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എടുത്തൊരു മാറ്റം ഏഷ്യയെ ബാധിക്കുന്ന, ലോകത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ഈ ചൈനയ്ക്കെതിരായിട്ടുള്ള ട്രംപിന്റെ നടപടി തന്നെയാണ്. നേരത്തെ ഏപ്രിൽ 2-ന് പ്രഖ്യാപിച്ചിരുന്നത്, ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ചിരുന്നത് 34% തീരുവയാണ്. ഈ 34% തീരുവ ചുമത്തിയതിന് പിന്നാലെ തൊട്ടടുത്ത ആ ആഴ്ചയിൽ തന്നെ ചൈന തിരിച്ച് US ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവ, അധിക തീരുവ ഏർപ്പെടുത്തുകയുണ്ടായി. ഈ ഒരു നടപടി പിൻവലിക്കാനായിട്ട് ഇന്ന് അർദ്ധരാത്രി വരെ, ഇന്നലെ അർദ്ധരാത്രി വരെയാണ് ട്രംപ് ചൈനയ്ക്ക് സമയം കൊടുത്തിരുന്നത്. ഈ ഒരു അന്ത്യശാസനം ചൈന അവഗണിച്ചതോടെയാണ് ഈ ചൈനയ്ക്കെതിരെ 50% കൂടി തീരുവ ചുമത്തിക്കൊണ്ട് ഈ തീരുവയുടെ ശതമാനം 104 എന്നൊരു വലിയൊരു ആഘാതത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ ചൈനയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം ഏത് ആഘാതത്തെയും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന നിലയിലാണ്. ഒരിക്കലും ഈ ഒരു പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്നൊരു മറുപടിയാണ് ചൈനീസ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഇതുവരെ നടത്തിയിരിക്കുന്നത്. ചൈനയുടെ പ്രതികരണം അനുസരിച്ച് സഹകരണമാണ് എല്ലാവർക്കും നല്ല വഴി എന്നുള്ളൊരു പ്രതികരണമാണ്, ശക്തമായ പ്രതികരണം തന്നെയാണ് ചൈന ഇപ്പോൾ ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. അതേസമയം അനുപമ, തീരുവ ചർച്ചകൾക്കായി 70 രാജ്യങ്ങൾ സമീപിച്ചു എന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ട്? ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാട് എന്താണ്? അതെ, വൈറ്റ് ഹൗസ് ആണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഏകദേശം നേരത്തെ 50ഓളം രാജ്യങ്ങൾ സമീപിച്ചു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സാമ്പത്തിക ഉപദേഷ്ടാവ് വെളിപ്പെടുത്തിയിരുന്നത്. ഇന്നലെയാണ് വൈറ്റ് ഹൗസ് 70 എന്നൊരു നമ്പർ പുറത്തുവിടുന്നത്. ഈ 70 നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ ഏതൊക്കെ രാജ്യങ്ങളാണെന്നുള്ള ഒരു വ്യക്തത വൈറ്റ് ഹൗസ് വരുത്തിയിട്ടില്ല. അതേസമയം ദക്ഷിണ കൊറിയയും ജപ്പാനും തായ്വാനും അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ പരസ്യമായി തന്നെ ഇങ്ങനൊരു ചർച്ചകളിലേക്ക് കടക്കുന്നതായിട്ടുള്ള ഒരു തീരുമാനം അറിയിച്ചിട്ടുണ്ട് ഈ ആഴ്ചകളിൽ. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ നൽകുന്നൊരു പ്രതികരണം എന്താണെന്ന് വെച്ചാൽ ചർച്ചകൾക്കായിരിക്കും ആദ്യം മുൻതൂക്കം കൊടുക്കുക. അങ്ങനെ ഒരു വാഷിംഗ്ടണുമായിട്ടുള്ള ചർച്ചകൾ പരാജയപ്പെടുന്ന പക്ഷം മാത്രമേ പ്രതികാര നടപടിയിലേക്ക് കടക്കൂ എന്നാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അറിയിക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ കാനഡ മാത്രമാണ് ഇപ്പോൾ ഈ താരിഫിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ഈ മാർച്ചിലാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരായിട്ടുള്ള താരിഫുകൾ പ്രാബല്യത്തിൽ വന്നത്. അതിനുശേഷം തന്നെ പ്രവശ്യാടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ട് ചില US ഉൽപ്പന്നങ്ങൾക്ക്, മദ്യം ഉൾപ്പെടെയുള്ള US ഉൽപ്പന്നങ്ങൾ ഉപരോധിച്ചുകൊണ്ട് ചില തിരിച്ചടികൾ കാനഡ ഏർപ്പെടുത്തിയിരുന്നു. ഇതിനു പുറമെ ഒരു US-ൽ നിന്നുള്ള വാഹനങ്ങൾക്ക് 25% തീരുവ വർധന ഏർപ്പെടുത്തിക്കൊണ്ട് കാനഡ ഒരു പുതിയ പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. ലക്ഷ്മി, ഏതായാലും ട്രംപിന്റെ തിരിച്ചടി തീരുവ അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ലോകരാജ്യങ്ങൾ അതിന്റെ ഞെട്ടലിൽ തന്നെയാണ്. ഇതിനെ ഏത് തരത്തിൽ മറികടക്കണം എന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളുടെയും ആലോചന. ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഇത് വലിയ തോതിൽ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അനുപമ ശ്രീദേവിയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.